ഭാഗവത മാഹാത്മ്യത്തിലെ 26 തൊട്ടുള്ള ശ്ലോകങ്ങൾ വിവരിക്കാം. 26, 27, 28, 29, 30 അങ്ങനെ 5 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരം. ശ്ലോകം 26. ഇദാനിം ശൂന്യചിത്തോസി ഗതവേത്തോ യഥാ ജനഃ തവേദം മുക്തസംഗസ്യ നോജിതം വദ കാരണം. ഇദാനിം ശൂന്യചിത്തോസി ഗതവേത്തോ യഥാ ജനഃ തവേദം മുക്തസംഗസ്യ നോജിതം വദ കാരണം. ഇദാനി ഇപ്പോൾ, ഗതവിത്ത ജനഃ യഥാ ധനം നശിച്ച ജനമെന്ന പോലെ, ശൂന്യചിത്ത അസി ശൂന്യമായ ചിത്തത്തോടുകൂടിയവനായിരിക്കുന്നു. മുക്തസംഗസ്യ തവ ഉപേക്ഷിക്കപ്പെട്ട സംഘത്തോടുകൂടിയ അങ്ങയ്ക്ക് ഇതം ന ഉചിതം ഇത് യോഗ്യമല്ല. കാരണം വദ കാരണം പറയുക. ധനഹീന ശ്വസന്മൃത എന്ന ന്യായപ്രകാരം സകല മുതലും നശിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ന പോലെ ഇപ്പോൾ അങ്ങയുടെ ചിത്തം ശൂന്യമായിരിക്കുന്നുവല്ലോ. ഗൃഹജനാദികളിലുള്ള ആസക്തിയെ വെടിഞ്ഞിരിക്കുന്ന അങ്ങയിൽ കാണപ്പെടുന്ന ഈ അവസ്ഥ യോഗ്യയായിരിക്കുന്നില്ല. അനുചിത ഭാവം ഉത്ഭവിപ്പാനുണ്ടായ കാരണമെന്തെന്ന് പറഞ്ഞാലും. ശ്രീസൂത ഉവാച. അഹം ദോ പൃഥിവീം ജാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ. അഹം ദോ പൃഥിവീം ജാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ. ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണായിതസ്തതഃ. നാപശ്യം കുത്രചിത് ശർമ്മം മനസ്സന്തോഷകാരകം കലിനാ ധർമ്മമേത്രേണ ധരേയം ബാധിതാധുനാ. നാരദൻ പറഞ്ഞു, ഭൂലോകം മറ്റുള്ള ലോകങ്ങളിൽ വെച്ച് ഉത്തമ ലോകം എന്നുള്ള വിചാരത്തോടുകൂടി ഞാൻ ഭൂമിയിൽ പ്രവേശിച്ചു. പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, രാമസേതു മുതലായ തീർത്ഥസ്ഥലങ്ങളിൽ പലയിടത്തും സഞ്ചരിച്ചു. ഒരിടത്തും മനസ്സന്തോഷകാരണമായിരിക്കുന്ന സുഖമുള്ളതായിട്ട് ഞാൻ കണ്ടില്ല. അധർമ്മത്തിൻ്റെ ബന്ധുവായ കലിയുഗം ഇപ്പോൾ ഭൂമിയെ ബാധിച്ചിരിക്കുന്നു. ശ്ലോകം 30. സത്യം നാസി തവ ശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഭരണോ ജീവ വരാഗാകുടഭാഷിണഃ. സത്യം നാസി തവ ശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഭരണോ ജീവോ വരാഗാകുടഭാഷിണഃ. മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹു ഭദ്രുതാഃ. പാഖണ്ഡനിരതാ സന്തോ വിരക്താ സപരിഗ്രഹ തരുണീ പ്രബോധാംഗേഃ ശാലകോ ബുദ്ധിദായക കന്യായ വിക്രയോ ലോഭ ദമ്പതീനാം ജഗൽഗനം. ആശ്രമോ യവനേ യുദ്ധ
തീർത്ഥാനി സരിതസ്തദാ ദേവതായതനാന്യത്ര ദുഷ്ടേ നഷ്ടാനി ഭൂരിശഃ ന യോഗീ നൈവ സിദ്ധോ വ ന ജ്ഞാനീയത്രിയോ നരഃ കലിതാവാനലേനാദ്യ സാധനം ഭസ്മതാം ഗതം അട്ടശൂലാ ജനപദ ശിവജൂലാദിജാതയ കിമന്യകേശശൂല്യന്യാം സംഭവന്തി കലാവിഹ. ഉദരം ഭരിണ, ഉദരത്തെ ഭരിക്കുന്നവർ. വരാഗാഹ, നിസ്സാരന്മാർ. കുടഭാഷിണം, കളവ് പറയുന്നവർ. ഉപദ്രുത, ഉപദ്രവിക്കപ്പെടുന്നവർ. പാഖണ്ഡനിരത, വേദവിരുദ്ധ മാർഗത്തിൽ തൽപരന്മാർ. സപരിഗ്രഹ, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവർ. വിരക്താഹ, വിഷയവിമുഖന്മാർ. ഗേഹേ, ഗൃഹത്തിൽ. തരുണീ പ്രബോധ, സ്ത്രീകൾക്ക് പ്രബോധത്തോടു കൂടിയ നില. ശാലക, കോമാളി. ബുദ്ധിദായക, ബുദ്ധി ഉപദേശിക്കുന്നവൻ. കൽക്കനം, കലഹം. ദേവതായ തന, ക്ഷേത്രങ്ങൾ. ദാവാനല, കാട്ടുതീയെ. അട്ടം, അന്നം. ശൂലം, വിക്രയം. ശിവം, വേദം. കേശം, ഭഗം അല്ലെങ്കിൽ യോനി. കലിപ്രവേശം നിമിത്തം ഭൂലോകത്തിൽ കാണപ്പെടുന്ന ദോഷങ്ങളെ ശ്രീ നാരദമുനി സനൽകുമാരന്മാരോട് വിസ്തരിച്ചു പറയുന്നു. സത്യം, തപസ്, ശൗചം, ദയ, ദാനം എന്നിവ ജനങ്ങളുടെ സമുദായത്തിൽ കാണപ്പെടുന്നില്ല. ജനങ്ങൾക്ക് വയർ നിറയ്ക്കണമെന്നേ താല്പര്യമുള്ളൂ. നിസ്സാര വിഷയത്തെ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി കളവ് പറയുന്നവരുമായിരിക്കുന്നു. ഉത്സാഹഹീനന്മാരും ആചാരശൂന്യന്മാരുമായിരിക്കുന്നു. അവർ അഭക്തന്മാരെ ശക്തന്മാരെ ഉപദ്രവിക്കുന്നു. വേദവിരുദ്ധാചാരങ്ങളിൽ താൽപര്യം കാണപ്പെടുന്നു. ഭാര്യാസ്വീകാരം ചെയ്തിരിക്കുന്നവൻ വിഷയവിരക്തന്മാരെന്ന പോലെ ഗൃഹധർമ്മ വിഭുങ്ങന്മാരായി തീരുന്നു. ഭവനങ്ങളിൽ അധികാരം സ്ത്രീകൾക്കായിരുന്നു. കോമാളികൾ മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ പുറപ്പെടുന്നു. ധനാശ നിമിത്തം കന്യകകളെ മാതാപിതാക്കന്മാർ ആർക്കാനും വിൽക്കുന്നു. ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ എപ്പോഴും കലഹം തന്നെ. ആശ്രമധർമ്മങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും പുണ്യ തടാകങ്ങളെയും ദുഷ്ടന്മാർ വിരോധിക്കുന്നു. ദുഷ്ടന്മാർ അനേകം ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നു. യോഗിയോ സിദ്ധനോ ജ്ഞാനിയോ സൽപ്രവൃത്തിക്ക് നിരതനോ ആയ ആളെ കാണുന്നില്ല. ഉപരിശ്രേയസ്സിനെ സമ്പാദിപ്പാൻ ഉപകരിക്കുന്ന സദാചാര രൂപമായ സാധനം കലിയാവുന്ന കാട്ടുതീയിൽ വെന്ത് ഭസ്മമായി തീരുന്നു. ദേശങ്ങൾ തോറും അന്നവിക്രയം കാണപ്പെടുന്നു. ബ്രാഹ്മണർ വേദങ്ങളെ വിൽക്കുന്നു. അധികാര നിരൂപണം ചെയ്യാതെ വേദോക്ത കർമ്മങ്ങളെ വിലയ്ക്ക് വിൽക്കുന്നുവെന്ന് സാരം. സ്ത്രീകൾ ധനാശ നിമിത്തം വ്യഭിചരിക്കുന്നു. ഇപ്രകാരമുള്ള ദോഷങ്ങൾ ഈ ലോകത്തിൽ കലികാലത്ത് കാണപ്പെടുന്നു. ശ്ലോകം 36. ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാപന്നോ എത്ര ലേലാഹരേരഭൂത്. ഇപ്രകാരം കലിദോഷങ്ങളെ നോക്കിക്കൊണ്ട് ഭൂമിയിൽ പല ദിക്കിലും സഞ്ചരിച്ച ഞാൻ ശ്രീകൃഷ്ണ ലീലകൾ നടന്നിരുന്നതായ യമുനാ നദിയുടെ തീരത്തിലെത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.